ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് SSC കുട്ടികൾക്ക് ഇത് വളരെ ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നതാണ്. 1700 വേക്കൻസികളുമായി ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ അധികം കേൾക്കാത്ത ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണിതെങ്കിലും SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ ഒരു കൈ നോക്കാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് DDAയുടെ കീഴിൽ വന്നിരിക്കുന്ന ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലൂടെ നടത്തപ്പെടുന്ന എക്സാം. അപ്പോൾ എന്താണ് ഈ എക്സാമിനേഷൻ, SSC സ്റ്റുഡൻസിന് മാത്രമുള്ള ആഡഡ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. സോ ആദ്യം തന്നെ എന്താണ് DDAയുടെ റിക്രൂട്ട്മെന്റ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C എന്നുള്ള 3 രീതികളിലേക്കുള്ള അല്ലെങ്കിൽ 3 ലെവൽസിലേക്കുള്ള പോസ്റ്റുകളുടെ റിക്രൂട്ട്മെന്റ് ആണ് DDAയിലൂടെ ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷനിലൂടെ നടത്തപ്പെടുന്നത്. സോ ഏകദേശം 1700+ വേക്കൻസീസ് ആണ്. അത് പല പോസ്റ്റുകളുണ്ട്. ഗ്രൂപ്പ് Aയിൽ തന്നെ പല പോസ്റ്റുകളുണ്ട്, ഗ്രൂപ്പ് Bയിലും പോസ്റ്റുകൾ വരുന്നുണ്ട്, ഗ്രൂപ്പ് Cയിലും പല പോസ്റ്റുകളും വരുന്നുണ്ട്. ഇതെല്ലാം കൂടിയുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് 1700 അബവ് എന്ന് പറയുന്നത്. സോ ഇത് MOHUAയുടെ കീഴിൽ വരുന്ന, അതായത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അർബൻ അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന DDA, അതായത് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഗ്രൂപ്പ് A ആൻഡ് ഗ്രൂപ്പ് B ഒക്കെ നോൺ ഗസറ്റഡ് പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഗ്രൂപ്പ് A എന്ന് പറയുന്നത് വളരെ ഹൈ ലെവൽ ആയിട്ടുള്ള ഡയറക്ടർ പോലെയുള്ള അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ പോലെയുള്ള പോസ്റ്റുകളാണ്. പക്ഷെ നമ്മളിവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗ്രൂപ്പ് C പോസ്റ്റുകളാണ്. ഓക്കെ, സോ ഈ ഗ്രൂപ്പ് C പോസ്റ്റുകളും നമ്മുടെ SSC പോസ്റ്റുകളും തമ്മിലുള്ള ബന്ധം എന്താണ്, എങ്ങനെ നിങ്ങൾക്ക് SSCക്ക് പ്രിപ്പയർ ചെയ്യുമ്പം ഈ എക്സാമും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇവിടെ ആപ്ലിക്കേഷൻ വിൻഡോ സ്റ്റിൽ ആക്റ്റീവ് ആണ്. ഈ വരുന്ന നവംബർ 5-ാം തീയതി വരെ ആപ്ലിക്കേഷൻ വിൻഡോ ആക്റ്റീവ് ആയിരിക്കും. എക്സാം നടക്കാൻ പോകുന്നത് ഡിസംബർ ജനുവരിയിലായിരിക്കും. അതായത് 2025 ഡിസംബറിലോ 2026 ജനുവരിയിലോ ആയിരിക്കും എക്സാമിനേഷൻ നടക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് കാറ്റഗറീസ് ഓഫ് പോസ്റ്റ് എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B ആൻഡ് ഗ്രൂപ്പ് C ഉണ്ട്. അപ്പോൾ അതിൽ A ലെവൽ പോസ്റ്റുകളൊക്കെ വളരെ ഹൈ ലെവൽ പോസ്റ്റുകളാണ്. ഇതിൽ ഗ്രൂപ്പ് A പോസ്റ്റുകളിൽ മിക്കതെണ്ണത്തിലും എക്സ്പീരിയൻസും വേണം. ഗ്രൂപ്പ് B പോസ്റ്റുകളിലേക്കും മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ജനറലി പറയുന്നത് ഡിഗ്രി ആണെങ്കിലും ഗ്രൂപ്പ് B പോസ്റ്റുകളിലേക്കൊക്കെ MBA കൂടി വേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്ന സപ്പോർട്ട് ആൻഡ് സെക്രട്ടേറിയൽ സ്റ്റാഫ് എന്ന് പറയുന്ന ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് വളരെ ഈസി ആയിട്ട് SSC പ്രിപ്പയർ ചെയ്യുന്ന ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നോക്കാം. സോ അതിനുവേണ്ടി ഗ്രൂപ്പ് C പോസ്റ്റുകളിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് JSA സ്റ്റെനോഗ്രാഫർ ആൻഡ് MTS ആണ്. സോ SSC പ്രിപ്പയർ ചെയ്യുന്നവർ സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ടേംസ് ആണ് ഇതെല്ലാം തന്നെ. JSA എന്ന് പറയുന്നത് SSCയുടെ CHSL എക്സാമിലൂടെ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന പോസ്റ്റാണ്. MTS SSCയുടെ MTS എക്സാമിലൂടെ വരുന്ന പോസ്റ്റും സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് D എക്സാമിലൂടെ വരുന്ന പോസ്റ്റുമാണ്. സോ നിങ്ങൾ ഓൾറെഡി SSC എക്സാംസിന് പഠിക്കുന്നുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ജോബിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രൂപ്പ് A പോസ്റ്റുകളുടെ ഒരു ഓവർവ്യൂ മാത്രമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഗ്രൂപ്പ് A പോസ്റ്റുകളിലേക്ക് നമ്മൾ ഒത്തിരി ഫോക്കസ് ചെയ്യുന്നില്ല. അതായത് ഇവിടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പിന്നെ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ ഉണ്ട്. അതിൻ്റെയൊക്കെ പേ ലെവലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഗ്രൂപ്പ് A പോസ്റ്റുകളിൽ ബാക്കി അവിടെയൊക്കെ MBA ആവശ്യമുള്ള പോസ്റ്റുകളുണ്ട്, എക്സ്പീരിയൻസ് ആവശ്യമുള്ള പോസ്റ്റുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വീഡിയോയുടെ ആക്ച്വൽ ഫോക്കസ് ഇതിലല്ല. ഇനി നമ്മുടെ ഗ്രൂപ്പ് B ആൻഡ് C പോസ്റ്റുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് Bയിലേക്ക് വരെ വരുമ്പോഴേക്കും നായത്ത് തഹസിൽദാർ എന്ന് വരെ കാണാം. നെക്സ്റ്റ് സെക്ഷൻ ഓഫീസർ വരുന്നുണ്ട്. ഇതൊക്കെ എക്സ്പീരിയൻസ് ആവശ്യമുള്ള പോസ്റ്റുകളാണ് ഇതിൽ ചിലതെല്ലാം വരുന്നത്. സെക്ഷൻ ഓഫീസർ CGLലൂടെ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ASO എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ സീനിയർ പോസ്റ്റാണ്. അപ്പോൾ അവിടെയും ഇത്രയും കൂടി ഹയർ ലെവൽ പോസ്റ്റാണ് വരുന്നത്. എന്നാൽ ജൂനിയർ എഞ്ചിനീയർ, സ്റ്റെനോഗ്രാഫർ, MTS എന്ന് പറയുന്ന പോസ്റ്റുകൾ ഗ്രൂപ്പ് C പോസ്റ്റുകളും 10th സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ 12th സ്റ്റാൻഡേർഡോ മാത്രം വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമുള്ളതുമായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സോ വേക്കൻസീസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 1700 ആണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ ഏജ് ലിമിറ്റ് അപ് ടു 40 ഇയേഴ്സ് ഉണ്ട്. അത് ഗ്രൂപ്പ് A ആൻഡ് D പോസ്റ്റുകളിലേക്കാണ് കൂടുതലും 40 വയസ്സ് വരെയുള്ള ഏജ് ലിമിറ്റ് വരുന്നത്. എന്നാൽ ഗ്രൂപ്പ് C ആൻഡ് ഗ്രൂപ്പ് D പോസ്റ്റുകളിലേക്ക് വരുമ്പോൾ ഓരോ പോസ്റ്റിനും സ്പെസിഫിക് ആയിട്ടുള്ള ഏജ് ലിമിറ്റ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ MTSൻ്റെയും JSAൻ്റെയും സ്റ്റെനോ പോസ്റ്റിൻ്റെയും ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതലാണ്, 18 വയസ്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ JSAയും സ്റ്റെനോഗ്രാഫർ
സ്റ്റെനോഗ്രാഫറും ഇത് രണ്ടും 12th ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റാണ്. എന്ന് വെച്ചാൽ ഈ രണ്ട് പോസ്റ്റുകളുടെയും മിനിമം വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 12ാം ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ 18നും 27 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആർക്കും ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് MTSന്റെ പോസ്റ്റാണ്. സോ ഇത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 10th സ്റ്റാൻഡേർഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം 25 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി നമുക്ക് ഏജ് റിലാക്സേഷൻ കൂടി നോക്കാം. ഇപ്പോൾ കാണിച്ചിരിക്കുന്നതെല്ലാം തന്നെ ജനറൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഏജ് എലിജിബിലിറ്റി ആണ്. അതേസമയം നിങ്ങളൊരു OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ മറ്റെല്ലാ ഗവൺമെൻറ് എക്സാംസിലെയും പോലെ തന്നെ 3 വർഷത്തെ റിലാക്സേഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ആൻഡ് SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ ക്ലെയിം ചെയ്യാം. ഇത് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ആയിട്ട് അധികം സിറ്റിങ്ങും സ്റ്റാൻഡിങ്ങും അല്ലെങ്കിൽ ടൈപ്പിംഗും ഒക്കെ മാത്രം വേണ്ട ജോലികളാണ്. ഫീൽഡ് ഡ്യൂട്ടികളൊന്നും തന്നെ ഇതിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി അങ്ങനെയുള്ളവർ അപ്ലൈ ചെയ്യാം. അവർക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഇവിടെ ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ സമ്മറിയാണ്. സോ ഗ്രൂപ്പ് A ആൻഡ് B എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്ക് നമ്മൾ നോക്കുന്നില്ല. ഗ്രൂപ്പ് C പോസ്റ്റുകളിലാണ് നമ്മളിവിടെ എയിം ചെയ്യുന്നത്. സോ അവിടെ 10th അല്ലെങ്കിൽ 12th മാത്രമാണ് വരിക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ സെലക്ഷൻ പ്രോസസ്സ് കൂടി ജസ്റ്റ് നോക്കാം. സോ സാധാരണ SSCയുടെ എക്സാംസിലൊക്കെ CBT 1 CBT 2 എന്ന് പറഞ്ഞിട്ട് 2 ലെവലിലാണ് എക്സാംസ് നടക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ഒറ്റ സ്റ്റേജിലൂടെയാണ് സെലക്ഷൻ പ്രോസസ്സ് പോകുന്നത്. സോ മിക്ക പോസ്റ്റുകൾക്കും, അതായത് ഗ്രൂപ്പ് A ലെവലിലും D ലെവലിലും അല്ലാത്ത പോസ്റ്റുകൾക്ക് ഇന്റർവ്യൂവോ അങ്ങനെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഗ്രൂപ്പ് A പോസ്റ്റുകൾക്കൊക്കെ ഇന്റർവ്യൂ വരുന്നുണ്ട്. ഗ്രൂപ്പ് B പോസ്റ്റിലും ചിലതിൽ ഇൻ്റർവ്യൂ വരുന്നുണ്ട്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴേക്കും ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ല. സ്റ്റെനോഗ്രാഫറിൻ്റെ പോസ്റ്റിലേക്ക് ആകുമ്പോൾ അവിടെ സ്റ്റെനോഗ്രാഫി ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്. അതാണ് ഇവിടെ SSC കുട്ടികൾക്കുള്ള ഒരു ആഡഡ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT ആണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് നടത്തപ്പെടുന്ന SSC ഒക്കെ പോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മുഖേന നടത്തപ്പെടുന്ന ഒരു ടെസ്റ്റാണ്. അതിനുശേഷം സ്കിൽ ടെസ്റ്റ് ഓരോ പോസ്റ്റിനും സ്പെസിഫിക് ആയിട്ട് വരുന്നു. അതിനുശേഷം ഡയറക്റ്റ്ലി ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലേക്കും മെഡിക്കൽ എക്സാമിനേഷനിലേക്കും നിങ്ങൾക്ക് പോകാം. സോ ഇവിടെ ക്ലറിക്കൽ പോസ്റ്റുകൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് മാത്രമേ നോക്കുന്നുണ്ടാവുള്ളൂ. അല്ലാതെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സോ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുകളോ PMTയോ PETയോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ എക്സാം ഫീ ആണ്. സോ നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം UR അൺറിസർവ്ഡ് കാറ്റഗറിക്കും EBCക്കും എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS കാറ്റഗറിക്കും 2500 ആണ്. അത് നോൺ റീഫണ്ടബിൾ ആണ്. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും SC/ST കാൻഡിഡേറ്റ്സിനും ഒക്കെ 1500 അത് റീഫണ്ടബിൾ ഫീസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാം സെൻറ്റേഴ്സ് ആണ്. സോ ഇത് ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആണ്. സോ അതുകൊണ്ട് തന്നെ എക്സാം സെൻറ്റേഴ്സ് അധികവും ഡൽഹി റീജിയനിൽ തന്നെയായിരിക്കും വരുന്നത്. സോ ഡൽഹി, നോയിഡ, ഗുരുഗ്രാം, ഘാസിയാബാദ് ആൻഡ് ഫരീദാബാദ് ഇത്രയും ഏരിയാസിലാണ് എക്സാം സെൻറ്റർ വരുള്ളൂ. ജോബ് ലൊക്കേഷൻ ഡൽഹി തന്നെയാണ് വരുള്ളൂ. ഇപ്പോൾ നിങ്ങൾ MTS ക്ലിയർ ചെയ്ത് SSCയുടെ MTS ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല മിനിസ്ട്രീസിലും ജോലി കിട്ടാം. അതിൽ തന്നെ മേജർ സിറ്റീസിലും കിട്ടാം, Y കാറ്റഗറിയിലുള്ള സിറ്റീസിലും നിങ്ങൾക്ക് ജോലി കിട്ടാം. സോ അത് ഇന്ത്യയിലുടനീളം പോസ്റ്റിംഗ് വരുന്ന ജോലിയാണ്. എന്നാൽ ഈ ഒരു DDAയുടെ കീഴിലുള്ള MTS പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിയിൽ മാത്രമാണ് ജോലി കിട്ടുകയുള്ളൂ. ഓക്കെ, സോ അത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പേ ലെവൽ സമ്മറിയാണ്. സോ ഗ്രൂപ്പ് A ആൻഡ് ഗ്രൂപ്പ് B പോസ്റ്റുകൾക്ക് അവയുടെ എക്സ്പീരിയൻസിനും റിക്വയർമെൻറ്റ്സിനും അനുസരിച്ച് തന്നെ വളരെ ഹൈ ലെവൽ സാലറിയാണ്. എന്നാൽ ഗ്രൂപ്പ് C പോസ്റ്റുകൾക്ക് 10th ആൻഡ് 12th ലെവൽ ആയതുകൊണ്ട് തന്നെ അത്ര മോശമല്ലാത്ത നല്ല ഗവൺമെൻറ് സാലറിയും നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാം. സോ നിങ്ങളുടെ ഇൻഹാൻഡ് സാലറി ഏകദേശം 25,000 to 45,000 ആണ് ഗ്രൂപ്പിൽ Cയിലെ പോസ്റ്റുകൾക്ക് പോസ്റ്റിനനുസരിച്ച് കിട്ടുക. സോ നിങ്ങൾക്ക് എന്തായാലും 30,000 അബവ് മിനിമം കയ്യിൽ കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മുടെ സാലറി വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് SSC കുട്ടികൾക്ക് ഇത് വളരെ ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ DDAയുടെ കീഴിൽ വരുന്ന JSAയും SSC CHSL എക്സാമിൽ വരുന്ന JSAയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും ഏജ് ലിമിറ്റ് സെയിം ആണ്. ഇവിടെ 27 ഇയേഴ്സും ഇവിടെയും 27 ഇയേഴ്സ് ആണ്. നെക്സ്റ്റ് ഇവിടെ ക്വാളിഫിക്കേഷൻ 12th പാസും ടൈപ്പിങ്ങും 12th പാസും ടൈപ്പിങ്ങും സെയിം ആണ്. ഇവിടെ JSA ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് DDAയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു CBTയും അതിനുശേഷം ടൈപ്പിംഗ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ
ഒറ്റ ലെവൽ എക്സാമും ടൈപ്പിംഗ് ടെസ്റ്റും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡൽഹിയിൽ ജോലി കിട്ടും. പക്ഷേ ഡൽഹിയിൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. അതേസമയം CHSL ആണെങ്കിൽ ഇവിടെ Tier 1 എക്സാം ഉണ്ട്, Tier 2 എക്സാം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓൾസോ പേ ലെവൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് രണ്ടിൻ്റെയും. വേക്കൻസീസ് CHSL എപ്പോഴും JSAക്കൊക്കെ 2000 സംതിങ് വേക്കൻസീസ് ആണ് വരാറ്. CHSL മെയിനായിട്ട് നമുക്ക് LDC ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പിന്നെ DEO ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ഈ 3 പോസ്റ്റുകളാണ് വരാറുള്ളത്. അപ്പോൾ അതിനകത്ത് ഇത്രയും വേക്കൻസിയാണ് ഏകദേശം വരിക. 1000+ വേക്കൻസീസ് എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇവിടെ ഈ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ 100+ വേക്കൻസീസ് ആണ് DDAയിലുള്ള JSA പോസ്റ്റിന് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇത് ഡൽഹിയിലായിരിക്കും ജോബ് ലൊക്കേഷൻ വരുന്നത് ആൻഡ് ഇവിടെ ഓൾ ഇന്ത്യ പോസ്റ്റിംഗ് നിങ്ങൾക്ക് കിട്ടും. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾ കൂടുതലും ഇന്ത്യയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നമ്മുടെ ഡൽഹിയിൽ പോയി ജോലി ചെയ്യണം, അത്തരത്തിലുള്ളൊരു ലൈഫ് സ്റ്റൈലൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും ഈ എക്സാമിന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾ ഇതിനൊരു എക്സ്ട്രാ എഫേർട്ടൊന്നും ഇടേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി പഠിക്കുന്ന CHSL എക്സാമിൻ്റെ അതേ സിലബസ് ഒക്കെ തന്നെയാണ് ഇവിടേക്ക് വരുന്നത്. സോ ഈസിലി നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ സ്റ്റെനോഗ്രാഫർ, DDAയുടെ കീഴിൽ വരുന്ന സ്റ്റെനോഗ്രാഫറും SSC സ്റ്റെനോഗ്രാഫറും തമ്മിലുള്ള വ്യത്യാസം, ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വരുന്നത്. സോ പ്രായപരിധി നിങ്ങൾക്ക് കാണാം. ഇവിടെ സാധാരണ SSCയുടെ കീഴിലും സ്റ്റെനോഗ്രാഫർ ടെസ്റ്റിന് ഒരു CDT, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒരെണ്ണം മാത്രമേ ഉണ്ടാവാറുള്ളൂ, രണ്ടെണ്ണമൊന്നും ഇല്ല. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്, ഓൾമോസ്റ്റ് സെയിം ആണ്. ഇവിടെ നിങ്ങൾക്ക് ഡൽഹി റീജിയനിലായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്, ഇത് ഓൾ ഇന്ത്യ ബേസിസിലായിരിക്കും. ഇവിടെ വേക്കൻസി അപ് ടു 60 ആണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ നോർമലി 1000+ വേക്കൻസീസ് വരാറുണ്ട്. ഇനി അടുത്തതായിട്ട് MTSന്റെ കാര്യമാണ്. ഇവിടെ MTSലും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഡൽഹിയിൽ താമസിക്കുന്നത് കാരണം ഇത്രയും കൂടി ഹയർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാകും. കാരണം ഡൽഹിയിൽ എന്ന് വെച്ചാൽ നാഷണൽ ക്യാപിറ്റലാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇത്രയും കൂടി ഹയർ നമ്പർ ഓഫ് വേക്കൻസീസ് ഇതിലേക്ക് വരാറുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങളുടെ മൊത്തത്തിലുള്ള ലൈഫിന് ഇത് കുറച്ചും കൂടെ എക്സ്പോഷർ കൂടുതൽ കിട്ടുന്നതായിരിക്കും ഈ DDAയിലെ MTS എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഇപ്പോൾ ഇവിടേക്ക് സപ്പോർട്ട് സ്റ്റാഫ് വേക്കൻസീസ് ആയിട്ടാണ് വരാറുള്ളത്. സോ ബാക്കി ഏജ്, എലിജിബിലിറ്റി, 10th പാസ്, ഇതൊക്കെ സെയിം തന്നെയാണ്. സോ ഇവിടെ നമ്മൾ ബാക്കി പാരാമീറ്റേഴ്സും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഒക്കെ സെയിം ആണെന്ന് പറയുമ്പം എക്സാം പാറ്റേണും സെയിം തന്നെയാണ് കേട്ടോ. സോ അതുകൊണ്ടാണ് നിങ്ങൾ MTS SSC MTSന് പഠിക്കുകയാണെങ്കിൽ DDA MTSനും കൂടെ പഠിക്കാം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം? DDA എന്ന് പറയുന്നത് ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ കീഴിൽ വന്നിരിക്കുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റേജസ് ഒന്നും സെലക്ഷൻ പ്രൊസീജിയറിൽ ഉണ്ടാവില്ല. ഡയറക്റ്റ് ഒരു എക്സാമിനേഷൻ, അതിനുശേഷം ഹയർ ലെവൽ പോസ്റ്റുകളായുള്ള A and B ഗ്രൂപ്പ് പോസ്റ്റുകളിലേക്ക് ഒരു ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള സ്റ്റെപ്സ് വരാറുണ്ട്. അതേസമയം ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്ക് ജസ്റ്റ് ടൈപ്പിംഗ് ടെസ്റ്റോ സ്കിൽ ടെസ്റ്റോ മാത്രമാണ് വരാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സാമിൻ്റെ അതേ സിലബസും അതേ ലെവലും ആയതുകൊണ്ട് ഇത് നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്തു പറയട്ടെ, നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ചെയ്യുന്നില്ല. കാരണം ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ SSCയുടെ ക്ലാസ്സസ് തന്നെ നിങ്ങൾക്ക് ധാരാളം. സോ അതിനുവേണ്ടി ഇവിടെ SSCയുടെ സൂപ്പർ 30 ബാച്ച് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ ഞാൻ ഈ പറഞ്ഞ എല്ലാ എക്സാംസിനും ഈ ഗ്രൂപ്പ് C വരെയുള്ള എല്ലാ പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് ഈസിലി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഈ ബാച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും ഏറ്റവും ബേസിക് ലെവൽ മുതൽ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ വീക്കർ ഏരിയാസിലൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഫൈനൽ എക്സാം ലെവൽ വരെ കൊണ്ടെത്തി നിൽക്കുന്ന പ്രിപ്പറേഷനാണ് ഇതുപോലെയുള്ള ബാച്ചസിൽ നമ്മൾ റൺ ചെയ്യുന്നത്. സോ കംപ്ലീറ്റ് ആക്സസ് ടു റെക്കോർഡഡ് ക്ലാസ്സസ്, പിന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സസ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, മോക്ക് ടെസ്റ്റുകൾ, ക്വിസുകൾ, സ്റ്റഡി മെറ്റീരിയൽ, സ്റ്റഡി പ്ലാൻ, ഇതെല്ലാം തന്നെ ഈ സൂപ്പർ 30 ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ എല്ലാം കൂടെ നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ടും മെൻറ്റർഷിപ്പും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു എക്സ്ട്രാ 30% ഡിസ്കൗണ്ട് കൂടി ലഭിക്കും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് എക്സാംസിലൂടെ നമ്മുടെ
സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആയ ബാങ്കിങ്ങിലും RRBയിലും റെയിൽവേയിലും SSCയിലും ഒക്കെ നമ്മുടെ എൻട്രി സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ ഗോൾഡ് ബാച്ച് സ്റ്റുഡൻസ് നല്ല വിജയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 100ഓളം സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ബാച്ചസിൽ നിന്നും 3000-ൽ പരം റിസൾട്ടുകളാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സോ ഈ 3000 എന്ന നമ്പറിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ 30% ഡിസ്കൗണ്ട് ഈ മന്തിൽ ഫുൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 6000+ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അത്രയും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരൊറ്റ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ഇനി ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ തന്നെ ഡീറ്റെയിൽസ് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം. എക്സാംസിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ കോമെൻ്റ് ആയിട്ട് എഴുതി ചോദിക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോമിൽ അറ്റാച്ച് ചെയ്ത് നിങ്ങൾ ചോദിച്ചാലും മതിയാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സോ ചാനൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നിങ്ങളെപ്പോലെ പഠിക്കുന്നവർ മറ്റുള്ളവരിലേക്കും കൂടെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.